Hello dear students, in this video we are going to discuss insurance policy method. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് സിങ്കിങ് ഫണ്ട് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസും ചെയ്തു. സിങ്കിങ് ഫണ്ട് മെത്തേഡിൽ നമ്മൾ പ്രധാനമായിട്ടും രണ്ട് കാര്യം ചെയ്യുകയുണ്ടായി. ഒന്നാമത്തെ കാര്യം, കുറച്ച് എമൗണ്ട് ഇയർ എൻഡിൽ പ്രോഫിറ്റിൽ നിന്നും നമ്മൾ മാറ്റിവെച്ചു. രണ്ടാമത്തെ കാര്യം, ഈ മാറ്റിവെച്ച എമൗണ്ട് കമ്പനിയുടെ ഔട്ട്സൈഡ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയുണ്ടായി. സിങ്കിങ് ഫണ്ടിലുള്ളത് പോലെയൊക്കെ തന്നെയാണ് ഇൻഷുറൻസ് പോളിസി മെത്തേഡിലും. ഇവിടെ ഓരോ വർഷവും പ്രോഫിറ്റിൽ നിന്ന് ഒരു സർട്ടൈൻ എമൗണ്ട് എന്ത് ചെയ്യണം, മാറ്റിവെക്കണം. എന്നാൽ ഈ മാറ്റിവെച്ച എമൗണ്ട് ഔട്ട്സൈഡ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ആ എമൗണ്ട് ഉപയോഗിച്ച് ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നു. ഈ ഇൻഷുറൻസ് പോളിസി റിഡംഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി എ ലിമിറ്റഡ് ഒരു 1 lakh ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു. ഡിബഞ്ചറിൻ്റെ മെച്യൂരിറ്റി പീരീഡ് 5 year ആണ്. എന്ന് വെച്ചാൽ 5 year കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഈ 1 lakh തിരിച്ച് റീപേ ചെയ്യണം. അപ്പോൾ കമ്പനി ഡിബഞ്ചർ റിഡീം ചെയ്യാൻ വേണ്ടി 5 വർഷത്തിൻ്റെ മെച്യൂരിറ്റി പീരീഡുള്ള ഒരു 1 lakhൻ്റെ ഇൻഷുറൻസ് പോളിസി എന്ത് ചെയ്യുന്നു, എടുക്കുന്നു. 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇത് റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇൻഷുറൻസ് പോളിസി റിയലൈസ് ചെയ്തുകൊണ്ട് റിയലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്യാഷ് കൊണ്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുന്നു, റീപേ ചെയ്യുന്നു. അപ്പോൾ 5 വർഷം മെച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യുന്നു, റീപേ ചെയ്യുന്നു. ആ ഇൻഷുറൻസ് പോളിസി തിരിച്ചു കൊടുക്കുന്നു. ആ എമൗണ്ട്, ഇൻഷുറൻസ് എമൗണ്ട് എന്തെങ്കിലും തിരിച്ചു കൊടുക്കുന്നു. ആ ഇൻഷുറൻസ് എമൗണ്ട് ഉപയോഗിച്ച് കമ്പനി ഡിബഞ്ചർ ഹോൾഡേഴ്സിന് റീപേ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡിബഞ്ചർ റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന ഒരു മെത്തേഡാണ് ഇൻഷുറൻസ് പോളിസി മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഷുറൻസ് പോളിസി മെത്തേഡും സിങ്കിങ് ഫണ്ട് മെത്തേഡും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഇൻഷുറൻസ് പോളിസി മെത്തേഡിൽ ഔട്ട്സൈഡ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. സിങ്കിങ് ഫണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെച്ച കാശ് കൊണ്ട് ഔട്ട്സൈഡ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇൻഷുറൻസ് പോളിസിയിൽ ആ മാറ്റിവെച്ച കാശ് കൊണ്ട് ഔട്ട്സൈഡ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഒരു ഇൻഷുറൻസ് പോളിസി എന്ത് ചെയ്യുന്നു, എടുക്കുന്നു. പിന്നെ ഇൻഷുറൻസ് പോളിസി നമ്മൾ ഔട്ട്സൈഡ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട്, സിങ്കിങ് ഫണ്ട് ഔട്ട്സൈഡ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ, ലൈക്ക് ഷെയർസ്, ഡിബഞ്ചർ, മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഇൻഷുറൻസ് പോളിസിയിൽ അതിൻ്റെ പ്രൈസിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല, പ്രൈസിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുകയുമില്ല. പിന്നെ അതുപോലെ വേറൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, സിങ്കിങ് ഫണ്ടിൽ ഇയർ എൻഡിലാണ് ആ പ്രോഫിറ്റിൽ നിന്നും ഒരു സർട്ടൈൻ എമൗണ്ട് മാറ്റി വെക്കുന്നതും ഇയർ എൻഡിൽ തന്നെയാണ് ആ ഫണ്ട് എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇയർ എൻഡിലാണ് പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെക്കുന്നതും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതും. ഇൻഷുറൻസ് പോളിസി മെത്തേഡിൽ നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്യുന്നത് ബിഗിനിങ് ഓഫ് ദി ഇയറിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ ആ ഡേറ്റിൽ തന്നെ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നു. ഇവിടെ പ്രീമിയം അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുന്നു, പ്രോഫിറ്റിൽ നിന്നും മാറ്റി വെക്കുന്നത് ഇയർ എൻഡിലാണ്. ഓക്കെ, അപ്പോൾ ഇൻഷുറൻസ് പോളിസിയിൽ പ്രീമിയം ബിഗിനിങ് ഓഫ് ദി ഇയറിൽ പേ ചെയ്യുന്നു, പ്രോഫിറ്റിൽ നിന്നും മാറ്റി വെക്കുന്നത് ഇയർ എൻഡിലാണ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ ഇനി നോക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ടും 2 ലെഡ്ജർ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒന്ന് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ടും, നെക്സ്റ്റ് വൺ ഡിബഞ്ചർ റിഡംഷൻ പോളിസി അക്കൗണ്ടും. ഓക്കെ, നമ്മളിവിടെ എപ്പോഴും ഡിബഞ്ചർ റിഡീം ചെയ്യാൻ വേണ്ടി ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ 1 lakhൻ്റെ ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇൻഷുറൻസ് പോളിസി എമൗണ്ട് 1 lakh ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീമിയം ഫുള്ളായിട്ടും 1 lakhൻ്റെ തുല്യമായിട്ടുള്ള എമൗണ്ട് അടക്കേണ്ട ആവശ്യമില്ല. 1 lakhനേക്കാൾ കുറച്ച് എമൗണ്ടേ അടക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എന്തായാലും അതിനുള്ള അടച്ച എമൗണ്ടും ഇൻഷുറൻസ് പോളിസി എമൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അതിൻ്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്നൊക്കെ പറയാം. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ്. ഫസ്റ്റ്, ഡ്യൂറിങ് ഓൾ ദി ഇയേഴ്സ് ടിൽ ദി മെച്യൂരിറ്റി ഓഫ് ദി പോളിസി. അപ്പോൾ മെച്യൂരിറ്റി വെച്ചാൽ എല്ലാ വർഷവും ഈ 2 എൻട്രിയും നിർബന്ധമാണ്. ഫസ്റ്റ് വൺ, ഫോർ പേയ്മെൻറ്റ് ഓഫ് പ്രീമിയം അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ഇയർ. നമ്മൾ പറഞ്ഞു ബിഗിനിങ് ഓഫ് ദി ഇയറിലാണ് പ്രീമിയം പേ ചെയ്യുന്നത്. ഇപ്പോൾ പ്രീമിയം പേ ചെയ്യുമ്പോൾ എൻട്രി ഡിബഞ്ചർ റിഡംഷൻ പോളിസി അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക്. ഓക്കെ, ഡിബഞ്ചർ റിഡംഷൻ പോളിസി അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക്. നമ്മൾ പറയുകയുണ്ടായി എന്താണ്, ഇയർ എൻഡിലാണ് പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെക്കുമ്പോൾ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട്.
അപ്പോൾ പ്രോഫിറ്റിൽ നിന്നും ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടിലേക്കാണ് മാറ്റി വെക്കുന്നത്. അതുപോലെ പോളിസി നമ്മൾ പ്രീമിയം പേ ചെയ്യുമ്പോൾ എൻട്രി എന്താണ്? ഡിബഞ്ചർ റിഡംഷൻ പോളിസി അക്കൗണ്ട് ടു ബാങ്ക്. ഡ്യൂറിങ് ദി ലാസ്റ്റ് ഇയർ, അപ്പോൾ സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഇതൊക്കെ അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ലാസ്റ്റ് ഇയറിലും അത് കണ്ടിന്യൂ ചെയ്യും. ലാസ്റ്റ് ഇയറിൽ ഇതിന് പുറമെ കുറച്ച് എൻട്രിയും കൂടി എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. ലാസ്റ്റ് ഇയറിൽ ഡ്യൂറിങ് ദി ലാസ്റ്റ് ഇയർ ഇൻ അഡീഷൻ ടു ദി അബവ് 2 എൻട്രീസ് ഫോർ റിയലൈസിങ് ദി പോളിസി എമൗണ്ട്, ആ പോളിസി എമൗണ്ട് എന്ത് ചെയ്യാണ്? റിയലൈസ് ചെയ്യുകയാണ്. ഇൻഷുറൻസ് കമ്പനി തിരിച്ച എമൗണ്ട്, ഇൻഷുറൻസ് എമൗണ്ട് എന്ത് ചെയ്യാണ്? കമ്പനിക്ക് തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ റിയലൈസ് ചെയ്യുമ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഡിബഞ്ചർ റിഡംഷൻ പോളിസി അക്കൗണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ശരിക്കും നമ്മൾ ഇൻഷുറൻസ് പോളിസി എമൗണ്ടിനേക്കാൾ കുറച്ച് എമൗണ്ടാണ് പ്രീമിയം ആയിട്ട് അടക്കുള്ളൂ. ഇപ്പോൾ 1 lakh ഇൻഷുറൻസ് പോളിസിൻ്റെ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ 1 lakhനേക്കാൾ കുറച്ച് എമൗണ്ടാണ് അടക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്തുണ്ട്? ഒരു പ്രോഫിറ്റ് ഇട്ടുണ്ടാവും ഇല്ലേ? ആ പ്രോഫിറ്റ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടിലേക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഡിബഞ്ചർ റിഡംഷൻ പോളിസി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട്. ലോസ് ആണെന്നുണ്ടെങ്കിൽ നേരെ റിവേഴ്സ് എൻട്രി, ദാറ്റ് ഈസ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഡിബഞ്ചർ റിഡംഷൻ പോളിസി അക്കൗണ്ട്. ഓക്കെ, പിന്നെ ഇയർ എൻഡിൽ ആ മെച്യൂരിറ്റി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഡ്യൂ ആകും. ഡ്യൂ ആകുമ്പോൾ എൻട്രി എന്താണ്? ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ എൻട്രി ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുള്ളത് തന്നെ. ഇനി ഡിബഞ്ചർ എല്ലാം റിഡീം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടിലുള്ളത് ജനറൽ റിസർവ്സിലേക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. സോ എൻട്രി ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ജനറൽ റിസർവ്സ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ ലിമിറ്റഡ് ഇഷ്യൂഡ് 8% ഡിബഞ്ചർ ഓഫ് ₹10 lakh on April 1st, 2014, payable at 5% premium on March 31st, 2019. An insurance policy was taken for ₹10,50,000 to make arrangement for redemption of debenture. The annual premium of the policy was ₹3,25,000. Show journal entries and ledger. ക്വസ്റ്റ്യന് 8% ഡിബഞ്ചർ 10 ലക്ഷത്തിൻ്റെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അത് ഇഷ്യൂ ചെയ്തത് 1st April 2014 ആണ്. റിഡീം ചെയ്യുന്നത് March 31st, 2019 ആണ്. റിഡീം ചെയ്യുമ്പോൾ 5% പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നത്. ഇൻഷുറൻസ് പോളിസി എമൗണ്ട്, മൊത്തം ഇൻഷുറൻസ് പോളിസി എമൗണ്ട് എത്രയാണ്? 10,50,000 ആണ്. അതിന് നമ്മൾ ഓരോ വർഷവും പ്രീമിയം ആയിട്ട് അടക്കുന്നത് 3,25,000 ആണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ജേണൽ എൻട്രീസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ പ്രീമിയം March 31st, 2017 ആണ് കേട്ടോ, 19 അല്ല 17. ഓക്കെ, അപ്പോൾ അതൊന്ന് മാറ്റി എഴുതാം. റിഡീം ചെയ്യുന്ന ഡേറ്റ് March 31st, 2017. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് കടക്കാം. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് 1st April 2014 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ റിഡീംഡ് അറ്റ് പ്രീമിയം ആണ്. അപ്പോൾ എൻട്രി എന്ത് വരും? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റോ, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റോ ടു ഡിബഞ്ചർ അക്കൗണ്ട് ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് 10 lakh അല്ലേ? ഇഷ്യൂ ചെയ്തപ്പോൾ നമുക്ക് 10 lakh ആണ് കിട്ടിയത്. ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് എപ്പോഴും 10 lakh തന്നെ വരിക. പക്ഷേ പ്രീമിയം നമ്മൾ റിഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണ്. അപ്പോൾ നമുക്കൊരു ലാബിലിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് 50,000. അപ്പോൾ ഇഷ്യൂ ചെയ്തത് 10 lakhനാണ്, റീപേ ചെയ്യുന്നത് 10,50,000 അത് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് റീപേ ചെയ്യുന്നത്. സോ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചറുമായി ബന്ധപ്പെട്ടുള്ള ലോസ് എത്രയാണ്? 50,000 ആണ്. സോ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ഈസ് 50,000. നമ്മൾ ഈ ഇഷ്യൂഡ് അറ്റ് ബാർ, റിഡീംഡ് അറ്റ് ബാർ, ഇഷ്യൂഡ് അറ്റ് ബാർ, റിഡീംഡ് അറ്റ് പ്രീമിയം, അങ്ങനെ ഒരു ഇഷ്യൂ ആൻഡ് റിഡംഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ ഇൻഷുറൻസ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തതിൻ്റെ എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇൻഷുറൻസ് പോളിസി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ആ ദിവസം തന്നെ, ആ ഡേറ്റിൽ തന്നെ ഡിബഞ്ചർ എന്ത് ചെയ്യുന്നു? ഒരു ഡിബഞ്ചർ പോളിസി എടുക്കുന്നു. ഓക്കെ, ഡിബഞ്ചർ പോളിസി എടുക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? പ്രീമിയം പേ ചെയ്യുന്നു. അപ്പോൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റിൽ തന്നെയാണ് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത്. ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് നമ്മൾ പ്രീമിയം പേ ചെയ്യുന്നു. അപ്പോൾ ഇയറിൻ്റെ ബിഗിനിങ് ഓഫ് ദി ഇയറിൽ
പ്രീമിയം എമൗണ്ട് പേ ചെയ്യണം. അപ്പോൾ പ്രീമിയം എമൗണ്ട് പേ ചെയ്യുമ്പോൾ എൻട്രി എന്ത് വരിക? ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് പോളിസി അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. എമൗണ്ട് എത്രയാണ്? 3,25,000. അപ്പോൾ ഓരോ വർഷവും പ്രീമിയം എമൗണ്ട് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 3,25,000. 31st March 2015 ആ വർഷത്തിൻ്റെ ഇയർ എൻഡിലാണ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ മാറ്റി വെക്കുന്നത്. അപ്പോൾ എൻട്രി എന്ത് വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്റ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട് 3,25,000. ദെൻ നെക്സ്റ്റ് ഇയറിൻ്റെ ബിഗിനിങ്ങിൽ 1st April 2015 ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് പോളിസി അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക് 3,25,000, 3,25,000. ഇയർ എൻഡിൽ 31st March 2016 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്റ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് 3,25,000. നോ ഡൗട്ട്. അപ്പോൾ ഈ ഇയറിൻ്റെ ബിഗിനിങ്ങിൽ പ്രോഫിറ്റിൽ നിന്ന് പ്രീമിയം പേ ചെയ്യുന്നു, എൻഡിൽ പ്രോഫിറ്റിൽ നിന്നും മാറ്റി വെക്കുന്നു. ഓക്കെ. ദെൻ 1st April 2016 ബിഗിനിങ് ഓഫ് ദി ഇയറിൽ ദെൻ സെയിം എമൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നു. ഡിബഞ്ചർ റിഡംഷൻ പോളിസി അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക് ദ എമൗണ്ട് ഈസ് 3,25,000. ആ ഇയർ എൻഡിൽ അത് മാറ്റി വെക്കുന്നു, പ്രോഫിറ്റിൽ നിന്ന് സർട്ടൻ എമൗണ്ട് മാറ്റി വെക്കുന്നു. അത്രയാണ് 3,25,000 ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്റ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട്. ഓക്കെ. ദെൻ 31st March 2017 നമ്മൾ അപ്പോൾ എന്താ പറയുക, ഇഷ്യൂ ചെയ്തത് 1st April 2014, റിഡീം ചെയ്യുന്നത് 31st March 2017. ഇൻഷുറൻസ് പോളിസിയും നമ്മൾ അത്ര വർഷത്തിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 വർഷം കഴിഞ്ഞു അതിൻ്റെ പോളിസി എമൗണ്ട് നമ്മൾ റിയലൈസ് ചെയ്യാണ്. അപ്പോൾ എൻട്രി എന്ത് വരും? ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് പോളിസി അക്കൗണ്ട് ദാറ്റ് ഈസ് 10,50,000. അപ്പോൾ 10,50,000 നമുക്ക് പോളിസി എമൗണ്ടിലൂടെ കിട്ടി. അതിൻ്റെ എൻട്രിയാണ് എഴുതിയത്. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം നമ്മൾ അടച്ചിട്ടുള്ളത് 3 തവണയായിട്ട് 3,25,000 ആണ് അടച്ചിട്ടുള്ളത്. 3 തവണയായിട്ട് 3,25,000, 3,25,000, 3,25,000. ഇത് 3 വർഷം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10,50,000 മൊത്തം പോളിസി എമൗണ്ടിൽ നിന്ന് പ്രീമിയം അടച്ച എമൗണ്ട് ലെസ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 75,000. ഇതാണ് പ്രോഫിറ്റ്. സോ ഡിബഞ്ചർ റിഡംഷൻ പോളിസി അക്കൗണ്ട് അപ്റ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട് 75,000 ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ റിഡംഷൻ ഡിബഞ്ചർ ഡ്യൂ ആകുമ്പോൾ എൻട്രി എന്താണ്? ഡിബഞ്ചർ അക്കൗണ്ട് അപ്റ്റർ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് അപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഓക്കെ. പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റർ ഡിബഞ്ചർ അക്കൗണ്ട് അപ്റ്റർ 10 lakh. ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് എപ്പോഴും അതിൻ്റെ ഫേസ് വാല്യൂ ആണ് വരിക. ഡിബഞ്ചർ അക്കൗണ്ട് അപ്റ്റർ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് അപ്റ്റർ ദാറ്റ് ഈസ് 50,000 ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എത്ര കൊടുക്കണം? പ്രീമിയം അടക്കം പേ ചെയ്യാണ്ട് ദാറ്റ് ഈസ് 10,50,000. അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്ത ഇവിടെ ഡെബിറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് അവിടെ ഡെബിറ്റ് ചെയ്തിട്ട് അതിന് എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. അപ്പോൾ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. അത് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നമ്മൾ എമൗണ്ട് പേ ചെയ്യുമ്പോൾ എൻട്രി ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക് ദാറ്റ് ഈസ് 10,50,000. ഓക്കെ. ദെൻ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തത് 10 lakh ആണ്, റിഡീം ചെയ്യുന്നത് 10,50,000 ആണ്. അപ്പോൾ ഒരു ലോസ് ഉണ്ട്. ആ ലോസ് നമ്മൾ എന്തിൽ നിന്നാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ക്ലോസ് ചെയ്യുന്നത് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടിൽ നിന്ന്, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മളൊരു ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അത് വെച്ചിട്ട് അങ്ങനെ ആ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ടും ക്ലോസ് ചെയ്യുന്നു. ഓക്കെ. അത് ക്ലോസ് ചെയ്യുന്നത് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ടിലാണ്. അപ്പോൾ എൻട്രി എന്ത് വരാം? ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട് അപ്റ്റർ ടു ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് 50,000. ഇതെല്ലാം പേ ചെയ്തതിൻ്റെ ശേഷം ഡിബഞ്ചർ അക്കൗണ്ട് വെച്ചാൽ ഡിബഞ്ചർ റിഡീം ചെയ്തതിന് ശേഷം ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടിലുള്ളത് എന്ത് ചെയ്യുന്നു? ജനറൽ റിസർവ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ ആ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട് ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ എൻട്രി എന്ത് വരും? ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട് അപ്റ്റർ ടു ജനറൽ റിസർവ്സ് 10 lakh. ഓക്കെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൂടുതൽ വർക്കൗട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻസ് എഴുതിയതിൻ്റെ ശേഷം ഒരു പേപ്പർ ക്വസ്റ്റ്യൻ എഴുതുക. എന്നിട്ട് ആദ്യം ഇത് ആൻസർ ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ വീഡിയോൻ്റെ കൂടെ തന്നെ ആൻസർ ചെയ്യുക. അതിൻ്റെ ശേഷം ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഫിഗർ മാറ്റിയിട്ട് എഴുതിയിട്ട് സ്വന്തമായിട്ട് അതിൻ്റെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.